ഭാര്യമാരില്ലാത്തവരെല്ലാം ഭാഗ്യവാന്മാർ. എന്നാൽ പ്രായമായ പെൺകുട്ടികളെല്ലാം അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇല്ലേ ജോസഫേ? ഒന്ന് നാക്കം വെച്ചുകൊണ്ട് ചുമ്മാ ഇരിക്കുമോ സ്വാമി? നമ്മുടെ നാക്ക ചുമ്മാ ഇരിക്കാനുള്ളതല്ല, ചലിച്ചുകൊണ്ടേ ഇരിക്കും. സ്വാമിക്ക് പറയാം, പക്ഷെ ഞങ്ങൾക്ക് പറയാം. നീതികേട് കണ്ടാൽ ആരും പറയും വേലി തന്നെ വിളവ് തിന്നുന്നു. നമ്മുടെ ആഫീസർ നല്ല മനുഷ്യനാണ്, പക്ഷെ എന്ത് ചെയ്യാം, ആ വിമലാമ്മയുടെ കണ്ണിന്റെ തുമ്പിൽ കുടുങ്ങിപ്പോയി. വിഭാര്യനായ മനുഷ്യൻ ഈശ വിഡോവർ, എങ്കിലും വികാരജീവിയല്ലേ. എന്തു തോന്നുന്നു ജാനകിയമ്മയ്ക്ക്? എനിക്കൊന്നും തോന്നില്ല സ്വാമി, ആ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ. അങ്ങനെ പറയരുത്. നിങ്ങൾക്ക് പ്രായമായെങ്കിലും കന്യകയാണല്ലോ. രൂപവിച്ഛന്തി കന്യക. പുരുഷന്മാരുടെ രൂപം സ്ത്രീകൾ കാക്ഷിക്കുന്നു, അതുപോലെ ആഫീസറുടെ രൂപം വിമലാമ്മയെ കാക്ഷിക്കുന്നു. പിന്നെ പണവും മോടിയായി കല്യാണം നടത്തി, അനിയത്തിരെ പ്രസവം രക്ഷിച്ചു. പോരെങ്കിൽ വിമലാമ്മയെ കാണുന്നില്ലല്ലോ. ലീവ് എക്സ്റ്റെൻഡ് ചെയ്തോ? നിന്റെ വീട് വരെ ഒന്ന് പോയി. നിനക്ക് അച്ഛനും അമ്മയൊന്നും വേണ്ടെങ്കിലും ഞാൻ മനുഷ്യനാണ്, എനിക്കവര് വേണം. അച്ഛനെന്തിന് ചേച്ചിയെ കാണാനെന്ന് പറയണം? പറയുന്ന എന്തിന്? ബുദ്ധിയുള്ളവർ മനസ്സിലാക്കിക്കൊള്ളണം. ഇതൊന്നും നല്ലതല്ല. എന്റെ അറിവിൽ ആകെ ഒരു നല്ല സ്ത്രീയുണ്ട്. മതി പോയത്, ഞാനൊരു സ്ത്രീയാണെന്ന് ഓർമ്മ വേണം. നിനക്ക് രൂപയുള്ളൂ, മോളെ അമ്മ കോപിച്ചാലും അച്ഛനില്ലേ? ഇവിടെ ആരും ഇല്ലേ? ആരാ അത്? മനസ്സിലായില്ലല്ലോ. ഞാൻ മിസ് വിമലയുടെ ഓഫീസറാണ്. ഇരുന്നട്ടെ, ഇരുന്നട്ടെ. താങ്ക് യു. മിസ് വിമല എപ്പോഴും പറയാറുണ്ട് അച്ഛന്റെ രോഗത്തെ പറ്റി. ഒന്ന് കാണാൻ ഇതുവരെ തരപ്പെട്ടില്ല. എന്താ നിൽക്കുന്നത്? വേണ്ട, ഞാൻ നിന്നോളാം. ഇരിക്കണം. വേണ്ട, വേണ്ട പ്ലീസ്. വാദമാണ് അല്ലേ? അതെ. വാദത്തിന് അലോപ്പതിയേക്കാൾ ആയുർവേദമാണ് പറ്റിയ ചികിത്സാ രീതി. ലോകര് പറയുന്ന ചികിത്സ ഒക്കെ ചെയ്തു, പക്ഷേ ഗ്രഹനില മാറാതെ ഒന്നും ഫലിക്കില്ല സാർ. എത്ര കുട്ടികളുണ്ട്? 3 കുട്ടികളുണ്ട്. തള്ള മരിച്ചുപോയി, പിന്നെ എനിക്ക് പെൻഷനുമായി. ആട്ടെ, ഞാൻ വന്നതെന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ. എനിക്ക് വിമലയെ വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? അതിനുള്ള യോഗ്യതയോ ഭാഗ്യമോ ഞങ്ങൾക്കില്ല സാർ. ഞങ്ങള് പാപങ്ങളാണ്. അത് വിവാഹത്തിനൊരു അയോഗ്യതയായി ഞാൻ കാണുന്നില്ല. സമ്മതമാണെങ്കിൽ ആലോചിച്ച് മറുപടി പറയും. ധൃതിയില്ല. തൽക്കാലം വിമല അറിയണമെന്നില്ല. ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഒന്ന് വരാം. അയ്യോ, കാപ്പി കുടിക്കാനൊന്നും വേണ്ട, താങ്ക്സ്. രാജന, രാജൻ വന്നത് നന്നായി. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്കും ചിലത് ചോദിക്കാനുണ്ട്. എന്നാ അത് തീർന്നിട്ട് ഞാൻ സംസാരിച്ചോളാം. അല്ല, ആദ്യം അമ്മാവന് പറയാനുള്ളത് കേൾക്കട്ടെ. എന്റെ മനോഗതം ഞാൻ പറഞ്ഞില്ലെങ്കിലും ആലോചിച്ചാൽ പിടികിട്ടും. എനിക്ക് ഇനിയും ഇങ്ങനെ വന്നും പോയി കഴിയാൻ വയ്യ. അല്ലെങ്കിലും അത് ഒരു തെറ്റാണ്. പ്രായമുള്ള പെൺകുട്ടികൾ ഉള്ള വീട്ടിൽ എപ്പോഴും വന്നും പോയി ഇരിക്കുക ഒരു തെറ്റാണ്. അത് തന്നെ പറയാനാണ് ഞാൻ വന്നത്. പിന്നെ രാജൻ, ഒട്ടും പരിഭവിക്കരുത്. ഇനി പഴയ പോലെ ഇവിടെ എപ്പോഴും വരരുത്. പിന്നെ അവൾക്ക് ഭേദപ്പെട്ടൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്. ഞാൻ ഏതാണ്ട് അതൊന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. അമ്മ,
അങ്ങനെ പറഞ്ഞാൽ രാജനും ആ വിവാഹം നടത്താൻ തന്നെ പറയും. അവളുടെ ഓഫീസറാണ്. പിന്നെ ഒരു കുട്ടിയുണ്ടെന്നുള്ള കുറവേ ഉള്ളൂ. എന്നാലും അതൊരു നല്ല ബന്ധമല്ലേ? അതുകൊണ്ട് നമ്മുടെ ഇത്രയും കാലത്തെ സ്നേഹബന്ധം ഓർത്ത് രാജൻ എനിക്കൊരു സഹായം ചെയ്യണം. ഇനി രാജൻ ഇവിടെ വരരുത്. അപവാദങ്ങൾ ഉണ്ടാകും. എന്താ ഞാൻ പറയുന്നത് ശരിയല്ലേ? മോൾ എന്താ ഇത്ര വൈകിയത്? അദ്ദേഹം ഒന്ന് എത്ര നേരം ഇവിടെ കാത്തിരുന്നു. ആരച്ച? ഓഫീസറോ? അദ്ദേഹം ഇവിടെ വന്നോ? വന്നു മോളെ. ഞാനേ അതങ്ങ് സമ്മതിച്ചു. ഏതച്ച? മോളെ വിവാഹം കഴിക്കണ കാര്യമേ ദൈവം ഇപ്പോഴും സംസാരിച്ചു. നല്ല മനുഷ്യൻ. പിന്നെ അദ്ദേഹം ഇറങ്ങിയ ഉടനെ രാജൻ ഇവിടെ വന്നിരുന്നു. ഞാൻ അവനോട് ഇനി ഇവിടെ വരുന്നെന്ന് പറഞ്ഞു. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് ജീവനുള്ള കാലം ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ലേ? വലിയ ആളുകളുമായുള്ള ബന്ധം നമുക്ക് വേണ്ട. വേണ്ട മോളെ. ചേട്ടാ, എന്റെ ചേട്ടാ, എനിക്ക് മാപ്പ് തരൂ. ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല ചേട്ടാ ഇതൊന്നും. എന്റെ ജീവിതത്തിൽ എനിക്ക് ചേട്ടനല്ലാതെ മറ്റൊരാളില്ല. ഈ നാടകങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ചേട്ടാ. എന്നെ വിശ്വസിക്കൂ. കുട്ടിക്കാലം മുതൽ എന്റെ ഹൃദയത്തിൽ ഞാൻ കൊണ്ടു നടക്കുന്ന മുഖം ചേട്ടന്റേതാണ്. പറയൂ ചേട്ടാ, എന്നെ വിശ്വസിക്കുന്നു എന്ന് പറയൂ. നീ ഇത്ര ഭയങ്കരിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. വഞ്ചനയ്ക്കും ഒരു മാർദ്ദവം വരുത്തുന്നവളാണ് സ്ത്രീ. പക്ഷെ ഈ വഞ്ചന നരകത്തിലെ പ്രമാണങ്ങളിൽ പോലും കുറിച്ചിടാൻ കൊള്ളാവുന്നവയല്ല. ചേട്ടൻ എന്നെ അറിഞ്ഞുകൂടെ? എന്റെ അറിവുകൾ നിന്റെ തൊലിപ്പുറം വരെ മാത്രമേ എത്തിയിരുന്നുള്ളൂ. നമുക്കിനി പിരിയാം. ചേട്ടാ, ചേട്ടാ, എന്നെ വിശ്വസിക്കൂ ചേട്ടാ. നിന്നെ ഇനിയും ഞാൻ വിശ്വസിക്കണം. ചേട്ടാ, രാജിവെക്കാൻ തന്നെ തീരുമാനിച്ചു. അല്പം കൂടെ സാവകാശമായി ചിന്തിച്ചിട്ട് പോരെ? തീരുമാനിച്ചു കഴിഞ്ഞു. പോകും. കൊച്ചുകുട്ടികളെ പോലെ പെരുമാറാതെ. സമാധാനമായി പോയിരുന്ന ജോലി പോകും. എന്താ പോരാത്ത വഴിയൊക്കെ? നടക്കാത്തതൊക്കെ നടക്കണ കാലം വലിയോ കുഞ്ഞ്. അപ്പൊ പോരാത്ത വഴിയൊക്കെ പോരേണ്ടായോ? അത് ശരി. മോളെ ഈയിടെ അങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. ഇവിടെ നിന്ന് പോരാ വേഗം കിട്ടുന്ന വരാത്തത് ഒരു കണക്കിന് കൊള്ളാം. നീ ഇതൊക്കെ കാണാതിരിക്കുന്നതാ കുഞ്ഞ് നല്ലത്. ഏത് നിന്റെ ചേച്ചിയുടെ ഈയിടത്ത് നടപടികളൊന്നും നീ അറിയാറില്ലേ? അല്ല, ആടെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. പ്രായവും കുറെ ആയില്ലേ. എന്നാലും കാടിയായാലും മൂടി വെക്കണമെന്ന് പറയുകയായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്താ മുത്തശ്ശി? നിങ്ങളുടെ ചേച്ചി നിങ്ങളുടെ തറവാടിന്റെ മാനം കൊടുക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ചേച്ചി എന്ത് ചെയ്തു? അവിടെ ഇപ്പൊ ഏത് നിറവും കാറും വണ്ടിയും നടയിൽ നിന്ന് ഒഴിയാറേയില്ല. അവിടെ ആഫീസർ വന്നു പോകുമ്പം രാജൻ സൈക്കിളിൽ വരും. രാജൻ പോകുമ്പം ആഫീസർ വരും. എന്റെ ഗുരുവായൂരപ്പാ, എനിക്കൊന്നും പറഞ്ഞൂടാ കുഞ്ഞേ. അവിടെ നടക്കുന്നത് എപ്പോഴും നോക്കിയാലും പാട്ടും ചിരിയും കളിയും ഒരുമ്പിനും ചമയിലും ഒന്നും വേണ്ട. അവിടെ ഒരു ബഹളം തന്നെ. പക്ഷേ നിന്നെയും നിന്റെ ഭർത്താവിനെങ്കിലും ഒന്ന് പേടിക്കണമായിരുന്നു. നേരാണ് മുത്തശ്ശി, ഞാനും ഒരു പെണ്ണാണ്. പക്ഷെ ഇത് കുറെ കൂടിപ്പോയി കേട്ടോ. അച്ഛനില്ലേ അവിടെ? ഉണ്ടായിരുന്നാലുള്ള കൃതം കൈവശം കൊടുത്ത് മയക്കി കളഞ്ഞില്ലയോ?
എന്തൊരു വെയില്. മോളെ കുറച്ച് വെള്ളം എന്താ കുടിക്കാൻ? തൊണ്ട വരളുന്നു. ഇതാ കൊണ്ടുവരാം. ഇത് വെള്ളം അല്ല കുഞ്ഞെ, നിന്റെ ഭർത്താവ് ഇങ്ങനെ അവിടെ കൂടെ കൂടെ വരുന്നത്? അവിടെ കൂടെ കൂടെ വരുമോ? അച്ഛനെ കാണാനായി. എന്നാലേ ഞാൻ ഇറങ്ങട്ടെ മോളെ. മോളെ, ഞാൻ പറഞ്ഞൊറ്റ പറയരുതേ. എന്റെ ചെറുക്കൻ അറിഞ്ഞാലെന്നെ കൊന്നുകളെ. എനിക്ക് നുണ പറയേണ്ട ഒരു ആവശ്യവും ഇത്രയും പ്രായത്തിനടക്കില്ല. അച്ഛൻ ഉറക്കമാണോ? ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിരിക്കുന്ന അച്ഛാ. ആഫീസറെയും പിണക്കി വിട്ടില്ലേ? നീ ആ ബന്ധമങ്ങ് സമ്മതിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ കടമൊക്കെ തീർത്തുകൂടായിരുന്നു. ഒരാളുടെ ഭാര്യയാകാമെന്ന് പറഞ്ഞ് ഞാൻ ഇതുവരെ പണം സമ്പാദിച്ചിട്ടില്ല. ഇനി അതെന്നെ കൊണ്ട് പറ്റുകയുമില്ല. എന്റെ ഗുരുവായൂരപ്പ. മോളെ, എന്താ അച്ഛാ? മോള് ചെന്ന് മാലതിയോട് വിവരം പറ. അവള് എന്തെങ്കിലും ചെയ്യും. അത് വേണോ അച്ഛാ? അച്ഛൻ പറഞ്ഞെന്ന് പറ മോളെ. പ്രിയപ്പെട്ട ചേട്ടന്, ചേച്ചി നമ്മുടെ കുടുംബം തകർത്തു. ഒരു വേശ്യയെ പോലെയാണ് ചേച്ചിയുടെ ജീവിതം. ചേട്ടൻ ഉടനെ വന്ന് എന്റെയും ചേട്ടന്റെയും അച്ഛന്റെയും അഭിമാനം രക്ഷിക്കുവാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് അനുജത്തി മാലതി.